സ്തോത്രം. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമാണ് ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് പകൽ നിങ്ങൾക്ക് പല ടൈം സോണിലാണ് എനിക്കറിയാം. എബനേസർ മലയാളം ഫെലോഷിപ്പ് സിംഗപ്പൂർ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയിലും തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ മീറ്റിംഗിലേക്ക് സർവശക്തനായ ദൈവം നമ്മളെ കൊണ്ടുവന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തൃദാസി പ്രിയ സിമി സിസ്റ്ററിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. വളരെ സ്വീറ്റ് ആയിട്ട്, വളരെ സ്പിരിച്വൽ, അത് ഒരു ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ കർത്താവ് നമ്മളോട് ആമേൻ അല്ലെ നമ്മളെ ഈ മീറ്റിംഗ് നയിക്കാൻ ദൈവം തന്റെ ദാസിയെ സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിംഗിന്റെ ഡയറക്ടർ എപ്പോഴും ഇത് വളരെ ആക്റ്റീവായിട്ട്, വളരെ ലൈവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കർത്തൃദാസി പ്രിയ ഫേബാൻഡിക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുകളായി സ്തോത്രം. അവരുടെ ചേർച്ചിനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായി വളരെ ബുദ്ധിമുട്ട് ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റിയല്ലോ. ഹല്ലേലൂയ. ശബ്ദമൊക്കെ ഇത്രയും ക്ലിയർ ആക്കി കൊടുത്തതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനും പ്രാർത്ഥനയിലായിരുന്നു. പ്രിയ ആന്റിക്ക് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ആരാധന ലീഡ് ചെയ്തുകൊണ്ടിരുന്ന പ്രിയ ജിറ്റിമോളെ ഓർത്ത് ത്തിന്റെ ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്ന ആത്മാവും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. ഹല്ലേലൂയ. ആ ഒരു ഫീലിംഗ്, ആ ഒരു എന്താണ്, ആ ഒരു മൊമെന്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്ലാറ്റ്ഫോം ദൈവം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആ സാന്നിധ്യം ഇറങ്ങുവാൻ ഇടയായി തീർന്നു. പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ ജോമോൾ എല്ലാവരെയും പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത് ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയ ആന്റിമാരുണ്ട്. പ്രിയ ജോയ്മാൻറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റി. അതുപോലെ കത്തുദാസിമാര് പലരും ഇവിടെ ഉണ്ട്. പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പല ഇടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, ചിലര് വർക്ക് പ്ലേസിലായിരിക്കാം, ചിലര് എന്താണ് പല സാഹചര്യങ്ങളിലായിരിക്കാം. എന്നാലും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നമുക്ക് വചനം കേൾക്കാൻ ഇത്രയും ഏതാണ്ട് 96 ഡിവൈസസ് നമുക്ക് കാണുന്നുണ്ട്. അത്രയും കുടുംബങ്ങളാണ്, അത്രയും സാഹചര്യങ്ങളിലാണ് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെ എല്ലാവരും സ്നേഹത്തോടെ ഒരുപാട് നിങ്ങളുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് എനിക്ക് ഫെബാൻഡിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഗ്രൂപ്പിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒരുപാട് പേഴ്സണലി ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. നല്ലതായിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പ്രത്യേകം നന്ദി. കഴിഞ്ഞ 33 വർഷമായി കർത്താവിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് 3 മക്കളാണ്, ഇപ്പൊ 4. മോള് കല്യാണം കഴിച്ചു. അപ്പം അത്രയും അവരും എല്ലാം ദൈവകൃപയാലും സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാറ്റിനും നന്ദി. ദൈവം ഇത്രത്തോളം വാനിച്ചു ഒരു മനോഹരമായ ഒരു വീടൊക്കെ ദൈവം തമ്പുരാൻ തന്നു. അതിൽ ഇരുന്നാണ് ഞങ്ങളിപ്പോ ശുശ്രൂഷിക്കുന്നത്. ഈ ശുശ്രൂഷയല്ല, ഇപ്പോൾ താമസിക്കുന്ന 3 ദിവസം ഇവിടെ താമസിക്കും. ബാക്കി 4 ദിവസം അങ്ങ് പാഴ്സനേജിൽ പോകും. അതായത് കുമരകത്താണ്, ഏറ്റുമാനൂർ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ആരെങ്കിലും ഈ വഴി പോകുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരണം എന്ന് ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഫേബാൻഡിയെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുമരകത്തൊക്കെ വരുമ്പോൾ പിന്നെ അത് ഞങ്ങൾ അവിടെ അടുത്താണ്. അതെ, അവിടെ ബേർഡ് സാങ്ച്വറിയുടെ അല്ലെങ്കിൽ കോണാറ്റിങ്കരയ്ക്ക് അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു ചെറിയ പാഴ്സനേജും അല്ലെങ്കിൽ ഒരു ചർച്ചും ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോ 2ാം വട്ടമാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. 1997 മുതൽ 2002 വരെ അവിടെ 5 വർഷം ശുശ്രൂഷിച്ചതാണ്. ആ സമയത്താണ് ഞങ്ങളുടെ മോൾ ഉണ്ടാകുന്നത്. പക്ഷെ മോളുടെ കല്യാണം വന്നപ്പം ആ സ്ഥലത്തിലോട്ട് പിന്നെ ഞങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ടായി. അതൊക്കെ ഒരു വലിയ മിറക്കുലസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിൽ ദൈവം നമ്മളെ നടത്തുന്നു. എല്ലാത്തിനായി ദൈവത്തിന് സ്തുതിക്കുന്നു. പറഞ്ഞാലും തീരാത്ത, എത്ര എഴുതിയാലും മതി വരാത്ത ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് നമ്മുടെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ചരിത്രം. ഹല്ലേലൂയ. എത്ര സ്തുതിച്ചാലും എത്ര പറഞ്ഞാലും ആമേൻ മതിയാകത്തില്ല. കണ്ണ് നനയാതെ ഒരു നിമിഷം പോലും ആമേൻ ദൈവസന്നിധിയിൽ നിവരെ നിൽക്കാൻ പറ്റാത്ത ഒരു ജീവിതം. ഹല്ലേലൂയ. ഇത്ര നനവുള്ള, ഇത്ര വൈബുള്ള ഒരു ജീവിതം ദൈവം നമുക്ക് തന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. എല്ലാ സാഹചര്യം, ഇന്നത്തെ പത്രം വായിച്ചിട്ട് പ്രിയ സിസ്റ്റർ ഓർപ്പിച്ചു, ഒരുപാട് സങ്കടം തോന്നി. നവവരൻ അതുപോലുള്ളതായ പല രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരെ എത്ര ക്രൂരമായിട്ട് നമ്മുടെ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മർദ്ദിക്കുമ്പോൾ. ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രത്തെ വായിച്ചില്ലേ, ഈ കോട്ടയത്ത് ഒരു അപ്പനെ അമ്മേനെ വെട്ടിക്കൊന്നു. ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം നടത്തുന്ന ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ അവർക്ക് എത്ര പേപ്പറൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൊട്ടുപോയി. എത്ര നീചമായിട്ട്, എത്ര അതിക്രമങ്ങളാണ് ഇതൊക്കെ. പലരും മദ്യത്തിനും മയക്കുമരുന്നിനും ഇപ്പോഴത്തെ MDA പോലുള്ളതായ അതുപോലെ ആസക്തികൾ നിമിത്തം ഇത്ര ക്രൂരം. സുബോധമുള്ള മനുഷ്യൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല. സുബോധം നഷ്ടപ്പെട്ട ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യങ്ങളിൽ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഓർത്ത് നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇത്ര ക്രൂരതയിൽ പെരുമാറുവാനൊക്കെ ഉള്ളതായ ഫണ്ടമെന്റലിസ്റ്റുകൾ, അതായത് ഇത്രമാത്രം
ക്രൂരമായിട്ടുള്ള പാടുകളൊക്കെ ചെയ്ത സുബോധത്തോടെയല്ല, ഇതുപോലുള്ള ലഹരിയുടെ ഉപയോഗം കൊണ്ടാണ്. അതൊക്കെ ഓർത്ത് നമ്മൾ ദൈവത്തിന് എത്രമാത്രം പ്രാർത്ഥിക്കണം, എത്ര അലേർട്ടായിട്ടിരിക്കണമെന്ന് ഒരു പ്രാവശ്യം കൂടി ഓർക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. Gospel of Matthew chapter 6 verse 6 to 10. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന വാതിലടച്ച് രഹസ്യത്തിലുള്ള 10-ാം അധ്യായത്തിന്റെ 10-ന്റെ 6. 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെ. ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും 2 ഉടുപ്പും ചെരുപ്പും വടിയും കരുതരുത്. വേലക്കാരൻ തന്റെ ആഹാരത്തിന് സ്തോത്രം. മതി. ഗ്ലോറി, ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ഒരു അപ്പോസ്തലനായിരുന്നു, ഐ വിറ്റ്നസ് ആയിരുന്നു. ഹല്ലേലൂയ. കുറച്ച് എഡ്യൂക്കേഷൻ ഉള്ള ഒരു ടാക്സ് കളക്ടർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേറൊരു പേരുണ്ടായിരുന്നു, നമുക്കറിയാം, ലേവി. ഹല്ലേലൂയ. കർത്താവ് അവന് പേരിട്ടു മത്തായി, ദ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന് കർത്താവ് അവനെ വിളിച്ചപ്പോ അതിൽ ഇന്നലകളിൽ തട്ടിപ്പൊറിച്ചതും വെട്ടിപ്പിടിച്ചതും എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് താൻ ഒരു ഫീസ്റ്റ് നടത്തിയാണ് കർത്താവിനെ പിൻപറ്റുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. മത്തായി സുവിശേഷകരെ കുറിച്ച് വളരെ വിശദമായിട്ടൊന്നും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ മത്തായി എത്യോപ്യയിൽ കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം പെന്തിക്കോസ് അനുഭവം പ്രാപിച്ച് താൻ എത്യോപ്യയിൽ പോയി സുവിശേഷം ചെയ്ത് അവിടെയാണ് താൻ രക്തസാക്ഷിയായെന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വായിച്ച വേദഭാഗം യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ്. അതിനുശേഷം കർത്താവ് തന്റെ ശിഷ്യന്മാരോടായിട്ട് സംസാരിക്കുന്നതും ജനത്തോടായിട്ട് സംസാരിക്കുന്നതും, ഇത് പ്രത്യേകിച്ച് കർത്താവിന്റെ ശിഷ്യന്മാരോട്. ഹല്ലേലൂയ. ഈ 12 പേരോട് കർത്താവിന് ഒരു 12 പേര് കർത്താവ് തെരഞ്ഞെടുത്തു. താൻ എറിഞ്ഞെടുക്കുന്ന രീതിയൊക്കെ വളരെ വിശേഷമായിട്ടുള്ള താൻ തെരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഈ 12 പേരെ വിളിച്ചിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പഠിക്കാനിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നറിയാമോ? ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു കുട്ടി വിസിറ്റ് ചെയ്യുന്ന കൂട്ടിരിക്കും. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കും ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ ഒരു കൊച്ചു വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു അമ്മയുടെ കൈ പിടിച്ച് ഒരു കുഞ്ഞ് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ അവന്റെ ആഗ്രഹം എന്തായിരിക്കും? ശരിക്കും എപ്പോ ഒരു ചോക്ലേറ്റ് കിട്ടുമെന്നാണ്, അല്ലേ? എപ്പോ ഒരു ചോക്ലേറ്റ് കിട്ടും. അത് സമയത്തോളൂ ഒരു 55 വയസ്സുള്ള ഒരാൾ 60 വയസ്സുള്ള ഒരു അമ്മച്ചീനെയും കയ്യെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിലോ, ഷുഗർ പിടിച്ച ഒരു അമ്മച്ചിയെ കയ്യെ പിടിച്ചോണ്ട് പോവുകയാണെങ്കിലോ, കിട്ടിയാലും വേണ്ട, അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാം പിടിച്ചെടുക്കാൻ. ഹല്ലേലൂയ. ഈ വചനത്തില് 8000-ത്തിലധികം വാഗ്ദത്തങ്ങളാണ്. ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് വേറെ ആർക്കും അല്ല. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ആർക്കാന്നറിയാമോ? നമുക്കാ. ഹല്ലേലൂയ. അപ്പൊ ഇതെല്ലാം പിടിച്ചെടുക്കാൻ ഈ പാരാലംബാനോ എന്നുള്ള ഒരു ഗ്രീക്ക് പദമാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ഈ കോഹ്ലിയൊക്കെ റൺ അടിക്കുമ്പോൾ ചില പിള്ളേർ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചെയറും പൊക്കിക്കൊണ്ട് എഴുന്നേക്കും. അവരൊന്നും അല്ല റൺ അടിക്കുന്നത്, പക്ഷെ വേറെ വലിയൊരു റൺ അടിച്ച് കാശ് മേടിക്കുവാണ്. പക്ഷെ ആ പിള്ളേരുടെ ആവേശം അത് അവര് ചെയ്യുന്നത് പോലെയാണ്. അത്ര ആവേശത്തോടെ ഒരു 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 എന്താ ഒരു ആഫ്രിക്കൻ സ്വീകരണം, ഗസ്റ്റിനെയൊക്കെ ഒരു ആഫ്രിക്കക്കാർ സ്വീകരിക്കുന്ന കണ്ടിട്ടില്ലേ? എങ്ങനെ അവര് ചെമ്പ് ചെയ്ത് അത് ഹഗ് ചെയ്തൊക്കെയാ. നമ്മളൊക്കെ ആണെങ്കിലും പഴയം കഞ്ഞി കുടിച്ചുകൂടി ഇങ്ങനെ ഒരു ബല. അങ്ങനെയല്ല. പൗലോസ് പറയുന്നത് ഇതെല്ലാം പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങൾ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി രാജാക്കന്മാരെ ജയിച്ചു, സിംഹത്തിന്റെ വായ അടച്ചു എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസവീരന്മാരുടെ ഫെയ്ത്ത് ലീഡേഴ്സിന്റെ നോക്കിക്കേ, ഇതെല്ലാം നമുക്കിതെല്ലാം എഴുതി തന്നിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഇതെല്ലാം ഏറ്റെടുക്കണം മാത്രമല്ല, പുട്ട് ടു പ്രാക്ടീസ്. വേർഡിക്റ്റ്
അതായത് നമ്മൾ പറയുമ്പോഴാണ്, നമ്മൾ എന്ത് കാര്യം സ്വീകരിക്കുന്നത് നമ്മൾ ഏറ്റുപറയുമ്പോഴാണ്, നമ്മൾ വാ തുറന്ന് അത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ശക്തി വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി 1-ാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ പ്രാപിച്ചെങ്കിലും അവർ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് മറ്റുള്ളവർ, ഇവർ സാധാരണക്കാരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, പക്ഷെ ഈ അസാധാരണ ധൈര്യം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഇന്ന് സന്ധ്യവേളയിൽ ഒക്കെ ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്റെ ദൈവത്തിന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം പിടിച്ചെടുക്കാനുള്ള ഉത്സാഹത്തോടെ ഈ ഇന്നത്തെ മെസ്സേജിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഒന്നാമതായിട്ട് പറയുവാണ്, മക്കളെ, ശിഷ്യന്മാരെ, അപ്പോസ്തലന്മാരെ, നിങ്ങൾ എവിടെ പോകണം? കാണാതെ പോയ ആളുകളുടെ അടുക്കൽ തന്നെ പോകുക. ഫസ്റ്റ് ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകൾ. അന്നത്തെ കാലത്ത് ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആളുകൾ ആരൊക്കെയായിരുന്നു അറിയോ? പാപികള്, പിന്നെ ചുങ്കക്കാര്, വേശ്യകള്, അങ്ങനെയുള്ള, അതായത് അവർക്കാർക്കും പള്ളി കയറാൻ പറ്റത്തില്ല, അവർക്കാർക്കും ദൈവവുമായിട്ട് അത്ര കണക്ഷൻ ഇല്ല, അല്ലെങ്കിൽ വൈധവ്യം വന്നവര്, മറ്റു പോരായ്മകളുള്ളവര്, ഇവരെ ഒന്നും, അവർക്ക് ഇസ്രായേൽ ഗ്രഹത്തിലാണ്. പക്ഷെ ഇവരെല്ലാം കാണാതെ പോയത്. കർത്താവ് വന്ന് ആരുടെ അടുക്കിലേക്കാ? കാണാതെ പോയവരെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. കർത്താവ് പറയുവാണ്, ബിഗിൻ വിത്ത് യുവർ ഡൊമസ്റ്റിക് അഫേഴ്സ്. ഹല്ലേലൂയ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന്, നമ്മൾ വീട്ടുകാര്യം ക്രമത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ പുറത്തു പോകുന്നതിന് മുമ്പ് കർത്താവ് പറയുവാണ്, നിങ്ങൾ അകത്തെ കാര്യം. ദാവീദ് പറയുന്നുണ്ട്, ദൈവമേ, നീ എന്റെ അന്തരംഗത്തിലെ സത്യമല്ല ഇച്ഛിക്കുന്നത്. ഫസ്റ്റില് നമ്മൾ നോക്കുന്നത്, പലപ്പോഴും നമ്മുടെ അകം ഒന്ന് വെടിപ്പായാൽ നമുക്ക് പുറത്ത് ഭയങ്കര ഗ്ലോ ആയിരിക്കും. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഈ ആളുകളൊക്കെ പറയത്തില്ലേ, നിങ്ങൾ ഈ മുഖത്ത് കുറച്ച് വാരി തേച്ചിട്ട് ഒരു കാര്യമില്ല, പക്ഷെ നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ബ്ലഡ് ഒന്ന് പൊല്യൂഷൻ എല്ലാം ഒന്ന് മാറും, അല്ലെ? ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകണം. ഉള്ളിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് കാഴ്ചാൽ അകത്ത് ഗ്ലോ കിട്ടുമെന്ന് പറയുന്നത്. ഇന്ന് പറഞ്ഞ പോലെ തന്നെ ദാവീദ് പറയുക, ദൈവമേ, നീ എന്റെ അന്തരംഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്. നമുക്ക് ചിലരെ കാണുമ്പോൾ അറിയത്തില്ലേ, കാണാൻ വലിയ ഫെയർ ഒന്നും അല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഒരു പക്ഷെ അവരുടെ മുഖത്ത് തന്നെ ഒരു ഐശ്വര്യമാണ്. ഹല്ലേലൂയ. അവരുടെ മുഖത്ത് ഉള്ളിലെ സന്തോഷ. ഹല്ലേലൂയ. അതങ്ങ് റിഫ്ലക്ട് ചെയ്യും. അതെല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടല്ലേ നെഹെമ്യാവിനോട് പറയുന്നത്, നിന്റെ മുഖം എന്നെ ഇച്ചിരി വാടിയിരിക്കുന്നത്, നീ എന്നും കാണുന്ന പോലെ അല്ലല്ലോ നിന്റെ മുഖം. കൈനോട് ദൈവം പറയുന്നുണ്ട്, നീ നല്ലതാ ചെയ്തെങ്കിൽ നിന്റെ മുഖത്തിന് എന്താ ഇത്ര കുഴപ്പം? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഉള്ളിലെ കാര്യമാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. ദൈവം നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അന്തർഭാഗമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ പുറമെ എന്ത് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിലെ സ്നേഹമാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുവാണ്, നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് വീട്ടുകാര്യം ഒന്ന് ക്രമീകരിക്കുക. ഹിസ്കിയാവിനോട് ദൈവം പറയുന്നുണ്ട്, യെശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ഹിസ്കിയാവേ, നീ എന്ത് ചെയ്യണം? നിന്റെ വീട്ടുകാര്യം, നിനക്ക് ഒരുപാട് വിജയങ്ങൾ കിട്ടി, ഒത്തിരി രാജ്യങ്ങളെ കീഴടക്കി, ഒത്തിരി കാര്യങ്ങൾ, പക്ഷെ ഇപ്പോൾ നിനക്ക് വന്ന ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യണം? വീട്ടുകാര്യം ക്രമത്തിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നാളുകൾ കഴിയും തോറും ജീവിതത്തിൽ അപരിചിതത്വം കൂടുവാണോ കുറയുവാണോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് 5 വർഷമായി, 10 വർഷമായി, 25 വർഷമായി, നമ്മൾ 30 വർഷം 40 വർഷം ഒക്കെ ആയിട്ടുള്ള ദാമ്പത്യ ബന്ധമാണ്. പക്ഷെ ഇപ്പം ഈ ഒരുപാട് നാളത്തെ ജീവിതം കൊണ്ട് നമ്മള് പരിചയം കൂടുവാണോ, അതോ ഒരു അപരിചിതത്വം ഫീൽ ചെയ്യുവാണോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സംസാരം എങ്ങനെയുണ്ട്? കൂടുതലാണോ കുറവാണോ രണ്ടുപേരും തമ്മിലുള്ള സംസാരം? കല്യാണം കഴിച്ച് നാളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വീട്ടിലെ നമ്മുടെ സംസാരം ഇപ്പൊ നമ്മൾ ഉറക്കിയാണോ അതോ പതിയാണോ സംസാരിക്കുന്നത്? വീട്ടില് ജീവിത പങ്കാളികളാണേലും മക്കളോടാണേലും നമ്മൾ ഉറക്കിയാണോ പതിയാണോ സംസാരിക്കുന്നത്? എല്ലാവരുടെയും ശബ്ദം ഇച്ചിരി കൂടിയിട്ടുണ്ടല്ലേ? സംസാരം കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അവിടെ ആ വൈബ്, ആ റിലേഷൻഷിപ്പിന് എന്തോ ഇച്ചിരി ഒരു ആ ഊഷ്മളതയ്ക്ക്, ആ വാംത്തിന് ഇച്ചിരി കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ്. അപ്പൊ നമുക്ക് ഒരാൾ ദേഷ്യം വരുമ്പോഴല്ലേ ശബ്ദം കൊഴുത്ത് സംസാരിക്കുന്നത്, നമുക്ക് ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് നമ്മൾ സംസാരം കുറയ്ക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തോടാണെങ്കിലും നമുക്ക് ആ താല്പര്യം, നമുക്ക് സ്നേഹം കൂടുമ്പോൾ, അപ്പൊ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, ഫിലിപ്പോസെ, നീ ഇത്ര നാള് എന്നോട് കൂടെ ഇരുന്നിട്ടും നിനക്ക് അറിയത്തില്ലേ? അപ്പൊ ടേക്ക് ഡൊമസ്റ്റിക് അഫേഴ്സ് സീരിയസ്ലി. ഇന്ന് പകലിൽ തമ്പുരാൻ നമ്മളോട് പറയുന്നത്, ഹല്ലേലൂയ, ദൈവം ആദാമിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാ ഇപ്പൊ? റൈറ്റ് നൗ നീ എവിടെയാ? ദൈവം കായീനോട് ചോദിക്കുന്നുണ്ട്, വേർ ഇസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ ഇപ്പോൾ എവിടെയാ? ദൈവം നമ്മളോട്, എന്നോട്, നിങ്ങൾ ഒരുപാട് ഉണർവ് പ്രസംഗങ്ങൾ, ഒരുപാട് ആ ഉണർവെല്ലാം വ്യാപരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയിൽ നിന്ന്.
ഹല്ലേലൂയ. നമുക്കറിയാം 1-ാം നൂറ്റാണ്ടിലെ ഉണർവൊക്കെ പോലും അത് ആ പരിശുദ്ധാത്മ അനോയിന്റിങ് അത് തന്നെ സംഭവിച്ച നീണ്ട 10 ദിവസത്തെ അവരുടെ ഹൃദയത്തിന്റെ അവരുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ എല്ലാ ചിന്തകളും എല്ലാം ഒന്ന് റിക്കളക്ട് ചെയ്ത് കൺഫസ് ചെയ്ത് അവർ പ്രാർത്ഥിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവം എപ്പോഴും നമ്മളോട് ചോദിക്കുന്നത് നീ ഇപ്പൊ എവിടെയാ? ഹലോ, നിന്റെ സഹോദരൻ ഇപ്പോൾ എവിടെയാ? ഹല്ലേലൂയ. മാതാപിതാക്കളെ നോക്കാത്ത മക്കളുണ്ട്. അവരോട് ദൈവം ചോദിക്കുവാണെങ്കിൽ വേർ ഈസ് യുവർ പേരൻസ്? അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഡിവോഴ്സ് ആയി നിൽക്കുന്ന നമ്മുടെ പെങ്ങളെ അവരെവിടെയാ ഇപ്പൊ? അല്ലെങ്കിൽ ജോലി ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആ സഹോദരൻ അവരിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എന്റെ അമ്മാച്ചന്റെ മകളുടെ സഹോദരനാന്നൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടം. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ എന്താണ് ഇപ്പോഴത്തെ MLA ഞങ്ങളുടെ സഹോദരന്റെ ഒരകന്ന ബന്ധം, ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടം. പക്ഷെ നമുക്ക് ഡിവോഴ്സ് നിൽക്കുന്ന പെങ്ങളെ അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഒരു മാനസിക വികലത സംഭവിച്ച നമ്മുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവര് അവരെ നമ്മൾ ഓദർ ചെയ്യാറുണ്ടോ? കർത്താവിന്റെ വചനം നോക്കിക്കേ, എന്താണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്ന താമാറിനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ കൊണ്ടുവന്നു. എന്തെങ്കിലും രൂത്തിനെ ദൈവത്തിന്റെ വംശാവലിയിൽ കൊണ്ടുവന്നു. ഇതൊക്കെ കൊണ്ട് കർത്താവിനെ ഇതൊക്കെ ഭയങ്കര കാര്യമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മൈന്യൂട്ടായിട്ട് നമ്മളൊക്കെ അവഗണിക്കപ്പെട്ട് പോകാൻ സാധ്യതയുള്ളതിനെ കർത്താവ് ഏറ്റവും ചേർത്ത് പിടിച്ചു. കാരണം നമ്മുടെ കുടുംബത്തിൽ വാട്ട് ഹാപ്പൻ ടു യുവർ റിലേഷൻഷിപ്പ്? ഇന്ന് പല ആളുകൾക്കും എന്താണെന്നറിയാമോ? വിവാഹത്തോടു കൂടി ബന്ധങ്ങൾ കുറയുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ബന്ധങ്ങൾ കൂടുവല്ലേ? നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഒതുങ്ങിക്കൂടുവല്ലേ? ഇതൊക്കെ ദൈവം ശരിക്കും നോക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹ്യ ബന്ധത്തിൽ വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്, 2 സഭകൾ തമ്മിലുള്ള ബന്ധമാണ്, 2 സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ ബന്ധങ്ങൾക്ക് ഒരു വിശാലത വരികയാണ് ശരിക്കും ചെയ്തത്. പക്ഷേ ഇന്നത്തെ തലമുറ വിചാരിക്കുന്നത് എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ അച്ചാച്ചന്റെ തുണി അലക്കാനാ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം നോക്കാനാ, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവരുത്. നമ്മള് വിശ്വാസത്തിൽ വന്നത് ഹല്ലേലൂയ ഇസ്രായേലിൽ നിന്ന് തന്നെ ആരംഭിക്കുക എന്ന് ദൈവം തമ്പുരാൻ പറയുവാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്. കാണാതെ പോയ മകൻ വരുമ്പോൾ കൊഴുപ്പിച്ച കാളക്കുട്ടിയാണ് അല്ലേ, പഠിപ്പിച്ച് നിർത്തിയതാ, അല്ലാതെ കൊഴുത്ത് നിന്ന് ഒരെണ്ണത്തെ പിടിച്ചോണ്ട് വന്നതല്ല. കാണാതെ പോയപ്പോ മുതല് ആ അപ്പൻ ഈ കാളയെ അങ്ങനെ കൊഴുപ്പിച്ച് നിർത്തിയിരിക്കും. സ്നേഹം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ അകന്നു മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ ബന്ധങ്ങൾ വിട്ടുപോകുമ്പോൾ ഒരു പെയിൻ നമുക്കുണ്ടോ? നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഴമായ ഒരു വേദന നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ അപ്പനെ നോക്കിക്കേ, ആ മകൻ ധൂർത്തനായി പോയ മകന് സ്നേഹം കൊണ്ട് ധൂർത്തനായ ഒരു അപ്പൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ് എന്നാന്നറിയാമോ? ഹോം എന്നുള്ളതാ. ഹോം. ഹല്ലേലൂയ. ഒരു ഭവനം ആർക്കും പണിയാം, ഒരു ഹൗസ് ആർക്കും പണിയാം. പക്ഷെ ഒരു ഹോം പണിയുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. ഇവിടെ കുടുംബം പണിത അമ്മമാര്, കുടുംബം പണിത് ഒരു നല്ലൊരു ഗ്ലോറിഫിക്കേഷൻ ആ പോയിന്റിൽ നിൽക്കുന്ന ആന്റിമാർ ഇതിനകത്ത് പലരുമുണ്ട്. ഹല്ലേലൂയ. ചിലരൊക്കെ ഈ തീവ്ര യജ്ഞത്തിൽ ഏർപ്പെട്ടവരുണ്ട്. കർത്താവ് പറയുകയാണ്, യു ആർ ദ ഹോം മേക്കർ. നമ്മൾ ആരാണ്? സ്ത്രീ എന്ന് പറയുന്നത് ഹോം മേക്കർ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ കുറച്ചു പേരുടെ ഉള്ളു നമുക്ക്, ഭാര്യ, ഭർത്താവ്, മക്കൾ, പേരൻസ്. ഇവരോടെങ്കിലും നമുക്ക് ഒരു അടുപ്പം കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവരോടെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു ഇന്റിമേറ്റ്, ഇപ്പൊ ഇന്റിമസി, ഉറ്റബന്ധം, ആത്മമിത്രം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 24 hours നമുക്ക് അത് ചക്കരയും ബീരയും പോലെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതൊക്കെ വലിയ ദൈവകൃപയാണ്. പക്ഷെ എല്ലാ ദിവസവും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ആ ആങ്കർ നിങ്ങൾ കീപ്പ് ചെയ്യരുത് സൂര്യൻ അസ്തമിക്കുന്നവരെ. കാരണം ഇത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് പകൽ ഈ പ്ലാറ്റ്ഫോമിലുള്ള എന്റെ പ്രിയപ്പെട്ട ദൈവങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ ആ ഒരു നമ്മളെ ട്രിഗർ ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ വൂണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പെയിൻ ഉണ്ടല്ലോ, ആ ഇന്റേണൽ വൂണ്ട്, ഈ റൈറ്റ് നൗ ഇന്ന് പകൽക്കാലം അതിനെ വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന് അറിയാത്ത ഭർത്താക്കന്മാരുണ്ട്. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ലേ, പല ഭർത്താക്കന്മാർ, നാട്ടിലെ കാര്യമാകട്ടോ, നിങ്ങളൊക്കെ വിദേശത്താണെങ്കിൽ അറിയുന്ന
അറിയത്തില്ല, നാട്ടിലെ ഭാഗത്ത് മിക്കവാറും ചിലർ ഈ ചായക്കടയിൽ പോയി ചായ കുടിക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇഷ്ടം. എത്ര ചായ ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് പുറത്തു പോയി ഒരു കാരണം എന്താണെന്നറിയാമോ? ഈ ഒരേപോലത്തെ കടുപ്പവും ഒരേപോലത്തെ എന്താണ് മധുരവും ഒരേ ടേസ്റ്റും ആ കറക്റ്റ് പാലും ഒക്കെ ആയിട്ടായിരിക്കും അവർ കൊടുക്കുന്ന ചായ. പക്ഷെ നമ്മൾ ഈ 365 ദിവസവും ചായ ഉണ്ടാക്കി കൊടുത്താലും 365 ടേസ്റ്റാ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് എന്താണ് നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല, എന്റെ ഭാര്യയുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ടാ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരേപോലത്തെ സാധനം അവർക്ക് കിട്ടും, ഒരേ ടേസ്റ്റിൽ, ഒരേ ഇതില്. കാരണം ഇത്ര നാള് കൂടെ നിന്നിട്ട് എന്റെ ഭാര്യയുടെ മുഖം എന്താണ് അതേ ചുളിഞ്ഞു പോയത്, അവളുടെ മുഖത്തിന് എന്താ ഇത്ര വാട്ടമില്ല, അത് അവൾ എന്താ ഇങ്ങനെ കുനിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇത്രമാത്രം അവൾക്ക് സങ്കടം എന്താ എന്ന് തിരിച്ചറിയാൻ പറ്റും. ഉറ്റവരുടെ പ്രശ്നങ്ങൾ അറിയാത്ത ബന്ധങ്ങള് എന്ത് ബന്ധമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് കൂടെ ജീവിക്കുന്നവർക്ക് ഇച്ചിരി വെട്ടം കൊടുക്കാൻ, ഇച്ചിരി വെളിച്ചം കൊടുക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? മരിക്കുന്നതിന് മുമ്പേ ജീവിക്കുന്നവരെ ചിരിക്കാൻ അനുവദിക്കാന്നാ മദർ തെരേസ പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ജീവിക്കുന്നവരെ ചിരിക്കാൻ ഒന്ന് അനുവദിക്കുക. അവ ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദേ ഡൈ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുഖത്ത്, നമ്മുടെ കൂടെയുള്ളവരുടെ അടുത്തുള്ളവരുടെ മുഖത്ത് ഒരു ചിരി വെട്ടം കൊടുക്കുവാൻ, ഒരു ചിരി കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ചിരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ചിരിക്കാതിരിക്കണം 280 നെർവസ് ഇങ്ങനെ പിടിച്ചു വെക്കണം. ചിലർ കണ്ടിട്ടില്ലേ, എന്താണെങ്കിലും ചിരിക്കത്തില്ല. അവർക്ക് അറിയത്തില്ല. അവർ വിചാരിക്കുന്ന ഇത് ഭയങ്കര സംഭവമാണ്. എന്തുമാത്രം വലിഞ്ഞു മുറുകിയിട്ട് ഈ ചിരിക്കാതിരിക്കുന്നതെന്നറിയാമോ? അത് നമ്മുടെ മുഖം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുഖം, നിങ്ങൾ സന്തോഷിപ്പിൻ എന്നാ പറയുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ സന്തോഷം, നിങ്ങൾ ഒരുമിച്ച് വസിക്കുക, നിങ്ങൾ ഐക്യതയെ ജീവിക്കുക. കുറച്ചുകൂടെ സാമ്പത്തികമായിട്ട് ഉയർന്നാൽ ചിരിയോ സന്തോഷമോ വരത്തില്ല. ഈ ചെറിയ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യന്റെ ചിരി മുഖത്ത് കൊടുക്കാൻ പറ്റുന്നത്. അല്ലാതെ ഒത്തിരി നമ്മൾ 1 കോടി രൂപയുടെ ആസ്തി കൊടുക്കാനോ, നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യാൻ, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിട്ട് വേണം സുവിശേഷ വേല ചെയ്യാൻ, ഒത്തിരി കാശ് ഉണ്ടായിട്ട് വേണം നമുക്ക് 10 രൂപ ദശാംശം കൊടുക്കാൻ, അങ്ങനെ ആർക്കും പറ്റത്തില്ല. നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നായിരിക്കും ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കൊടുത്തേക്കാളും കൂടുതൽ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടിന്റെ സമയത്തായിരിക്കും നിങ്ങൾ ഏറ്റവും ഉറച്ച ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ ജോയമാൻറ്റിയോട് പറയും, ജോയമാൻറ്റി ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്ത് ജോയമാൻറ്റി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഏറ്റവും വിഷമമുള്ള സമയത്ത് ഉറച്ച ഹല്ലേലൂയ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ചില സാഹചര്യം നമ്മൾ ഏറ്റവും നല്ലൊരു മെസ്സേജ് പറഞ്ഞത്, നമ്മൾ ഏറ്റവും നന്നായിട്ട് ചർച്ച നിന്ന് ആത്മാനിറവിൽ ആരാധിച്ചത് നമ്മൾ ഏറ്റവും പ്രയാസത്തിലൂടെ പോയ സമയത്താണ്. അപ്പൊ ദൈവത്തിന്റെ ബൈബിൾ സ്കൂളാണ് നമ്മുടെ കഷ്ടത. നമ്മൾ BTH എടുക്കുന്നു, MD എടുക്കുന്നത്, PhD എടുക്കുന്നു, അതിനേക്കാളൊക്കെ അതൊക്കെ നല്ലതാണ്. പക്ഷേ ദൈവത്തിന്റെ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ സഫറിങ്സ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ലൈവ് ആകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്രിക്കറ്റ് കാണാൻ പിള്ളേർക്ക് ഇഷ്ടം, റിപ്പീറ്റ് കാണാൻ ഏതെങ്കിലും പിള്ളേർക്ക് ഇഷ്ടമുണ്ടോ? ദൈവത്തിന് നമ്മൾ ലൈവായിട്ട് നിൽക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഏറ്റവും ലൈവായിട്ട് നിൽക്കാൻ ദൈവം. അപ്പൊ എന്താണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, കുഞ്ഞുങ്ങളുടെ ഒപ്പം സ്കൂളിൽ പോകുക, അല്ലെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചർച്ചകളൊക്കെ ശരിക്കും ഈ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. ഒരു സ്നേഹ ചുംബനം കൊണ്ട് വീണ്ടെടുക്കാൻ പറ്റുന്ന ഒരു ചിരിയാണ്. ഈ ഇഷ്ടം എന്ന് പറയുന്ന ഒരു വികാരവും സ്നേഹം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇമ്പാർട്ട് ചെയ്യുന്നതാ, ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. അപ്പൊ അതൊരു വാല്യൂ സിസ്റ്റമാണ്. അത് വാല്യൂസ് ഒക്കെ പറയുന്നത് എന്താണ്, ആ മൂല്യങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നതാണ്, ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല. അപ്പൊ നോക്കിക്കേ, ഈ നമ്മുടെ ചർച്ചകളിലൊക്കെ പോകാൻ നമുക്കിപ്പോ ഒരു സന്തോഷമില്ല. പൊതുവെ ആളുകൾ ചോദിക്കുന്നത്, എന്താ ഈ സൂപ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാലും മതിയല്ലോ, ഇപ്പൊ ചർച്ചയിൽ വന്നില്ലല്ലോ, എന്നാ മീറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ചർച്ച എന്ന് പറയുന്നതുണ്ടല്ലോ, ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ഓർ ഹോസ്പിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്, പുഴ എല്ലായിടത്തും ശുദ്ധം ആണ്, പക്ഷെ അത് തീർത്ഥങ്ങളുടെ അത് തുടങ്ങുന്നിടത്ത്. ചർച്ച എന്ന് പറയുന്നത് അവിടെ ഒരുപാട് പ്രവൃത്തികളാണ് നടക്കുന്നത്. അവിടെ ചിലര് ഡ്രസ്സിങ് നടക്കുന്നുണ്ട്, ചിലര് സർജറി നടത്തുന്നുണ്ട്, ചിലർക്ക് കൊച്ചുകൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സമ്മിശ്രമായിട്ടുള്ള പ്രവൃത്തിയാണ് നടക്കുക. അതുകൊണ്ടില്ലേ ദാവീദ് പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, ഈ തഹശു തോൽ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഈ കൂടാരം കണ്ടിട്ട് ഇത് എത്ര മനോഹരം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയാണ് നാട്ടുകാർക്ക് തോന്നുന്നത്.
അവിടെ ചിലർ ഉറക്കെ പറയുന്നു, ചിലർ കരയുന്നു, ചിലർ ചിരിക്കും, ചിലർ ഹല്ലേലൂയ പറയുന്നു. പുറത്തുനിന്ന് നോക്കി ഒരു ഭംഗിയില്ല. പക്ഷെ ഇതിനകത്ത് വന്ന ആളുകൾക്ക് ആ വിഭവം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുരിയിൽ ഒരു വീടും, മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കുരികലും മീവലും ഒരിക്കലും ഒന്നിച്ചു വസിക്കത്തില്ല. അവർ കണ്ണുന്നെടുത്ത് വെച്ച് ഭയങ്കര ബഹള, കൊത്തിപ്പറിക്കുന്ന സ്വഭാവം. പക്ഷേ അവർ ആലയത്തിൽ വളരെ പീസ്ഫുൾ. അതേ മക്കളെ, ഇന്ന് പകൽക്കാലം, ഇന്ന് ഈ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, ചർച്ച എന്ന് പറയുന്നത് എന്താണ്? എന്താ ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടാണ് സഭ എന്ന് പറയുന്നതാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന്റെ തെളിവ് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ചവിട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ ആണ് നോക്കുന്നത്. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയുമ്പോൾ. ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ബിഗിൻ വിത്ത് യുവർ ഡൊമസ്റ്റിക് അഫേഴ്സ്. കർത്താവ് പറയുന്ന അതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പോയവരുടെ അടുക്കിലേക്ക് ചെല്ലുക. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുക. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുക. കാരണം എന്താണ് ദൈവരാജ്യം? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് പറയുവാണ്, നന്മ സുവിശേഷിക്കുന്നവരുടെ എത്ര നമുക്ക് കാലുവേദന ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? നേഴ്സുമാർക്ക് പ്രത്യേകിച്ച്, അല്ലെ? എല്ലാ ശുശ്രൂഷകർക്ക് പ്രത്യേകിച്ച്. ഒരു സ്ത്രീ ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു പണിക്ക് പോകാത്തവര് 12 മൈൽ നടക്കുന്നുണ്ട്. മുട്ടിന് തേയ്മാനോ കാലിലെ കാഫിന് വേദന ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം വേദന സഹിക്കുന്ന, ഇത്രമാത്രം അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീയുടെ ദൈവം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് പോലും ഏസർ എന്നുള്ളതാണ്, സഹായം. നമ്മളൊരു സഹായമായിട്ട് നിൽക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ 12 മൈൽ നടക്കുന്ന ഒരു സ്ത്രീ, സാധാരണ ജോലിക്കൊന്നും പോകാത്ത ഒരു സ്ത്രീ, അങ്ങനെ ജോലിക്ക് കൂടെ പോവാണെങ്കിൽ എത്ര മൈൽ നടക്കുന്നുണ്ട്, അല്ലെ? അപ്പം അതുകൊണ്ട് ഈ കൂടുതൽ ഉപയോഗിക്കുന്ന അവയവത്തിനാണ് കൂടുതൽ തേയ്മാനം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർക്ക് എപ്പോഴും നീനയൊക്കെ ചാത്തി വെച്ചാൽ നടക്കുന്നത് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ഇവര് ട്രിപ്പിൾ റോൾ വഹിക്കുന്നത് കൊണ്ടാ. ജോലി കാണും അവർക്ക്, ചിലപ്പം അവർക്ക് വീട്ടിലെ കാര്യം മൊത്തം നോക്കണമായിരിക്കും, ചർച്ചിന്റെ പ്രോട്ടോലേഡി ആയിരിക്കും. ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഇത്രയും അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം വർക്ക്ഷോപ്പിൽ കയറ്റും. നമ്മൾ പരിതപിച്ചിട്ട് കാര്യമില്ല. അത് സെൽഫ് പിറ്റിയിൽ പോയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഒരു കുറച്ച് നാളത്തേന് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പൊ നന്മ സുവിശേഷിക്കുന്നവരുടെ എത്ര മനോഹരം. അത് വിണ്ടു കീറിയാലും അത് വടിഞ്ഞു കീറിയാലും ഒക്കെ അത് മനോഹരമായിട്ടാണ് കർത്താവ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ദൈവം നമുക്ക് അന്ന് എല്ലാ മുറിവുകൾക്കായിട്ട് നന്ദി പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ ഹിതത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അവിടെ പറയുവാണ് നിങ്ങൾ ചെരുപ്പിടേണ്ടത്. വേറൊരു സ്ഥലത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെരുപ്പ് എടുക്കണം, വടിയെടുക്കണം, പേഴ്സ് എടുക്കണം. ഇവിടെ പറയുവാണ് നിങ്ങൾ ചെരുപ്പ് എടുക്കേണ്ട, പേഴ്സ് എടുക്കേണ്ട, വടിയെടുക്കേണ്ടത്. അതെന്തായിരിക്കും? വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ചെരുപ്പിട്ടാലുള്ള ഗുണം എന്താണ് ശരിക്കും പറയാൻ? ടൈം വളരെ ഫാസ്റ്റിലാണ് പോകുന്നില്ലേ? ചെരുപ്പിട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ചെരുപ്പില്ലാതെ വീട്ടിലിനകത്തൂടെ ഒന്ന് പൊക്കെ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചിലപ്പോ കർത്താവ് പറയും നമ്മളോടൊന്ന് ഫാസ്റ്റ് ആയിട്ട് പോയി, ചിലപ്പോ ഗോ സ്ലോ എന്ന് പറയും. ഒരുപാട് സ്പീഡിൽ പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? അധികം നാള് പോകാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമ്മുടെ സ്പീഡ് ചിലപ്പോ കുറയ്ക്കേണ്ടി വരും. അപ്പൊ ദൈവം നമ്മളെ എവിടെയും ഇരുത്തും. അതിലൊന്നും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതിലൊന്നും നമ്മൾ പരിതപിക്കും. സ്ത്രീകൾ പൊതുവെ എന്താണെന്ന് അറിയാമോ? സെൽഫ് പിറ്റിയാ. സെൽഫ് പിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ പഴങ്കഥയ്ക്ക് ഈ പഴയ കാര്യത്തിന് കഥ എഴുതുന്നവരാ കൂടുതലും. നമ്മൾ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, നമ്മൾ വഴക്കുണ്ടാക്കാത്ത ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും ഉണ്ടോ വഴക്കുണ്ടാക്കുക? ഇന്ന് വരെ ഭാര്യമാരോ അവരുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാത്തവര്? എല്ലാരും വഴക്കടിക്കോ? വഴക്കുണ്ടാക്കുക. ഇന്ന് രാവിലെയും വഴക്കുണ്ടാക്കിയിട്ടായിരിക്കുന്നത്. എന്താണ്? ഇതില്ലാതെ ഇങ്ങനെ നമ്മളെപ്പോഴും വഴക്കുണ്ടാക്കുക സ്വാഭാവികമാണ്. കാരണം നമ്മൾക്ക് ഈ വഴക്കുകൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. അത് നമ്മൾ സംഘർഷങ്ങൾ ഇല്ലാത്തതല്ല ജീവിതം. അപ്പൊ നമ്മൾ ഈ സംഘർഷങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾക്ക് പൂർത്തീകരിക്കപ്പെടാത്ത, സാക്ഷാത്കരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ നിമിത്തമാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലർ പറയുന്നത്, എന്റെ അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഇന്ന് വരണം മോളെ എന്നല്ല വിളിച്ചു. എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അല്ലേ, അങ്ങനെ ഏത് ഭർത്താവിന് പറ്റും, ഏത് ഭാര്യയ്ക്ക് പറ്റും? അല്ലെ, രണ്ട് കുടുംബത്തിൽ നിന്ന്, രണ്ട് വ്യക്തിത്വ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നന്നായി നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും എനിക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്? അത് രമ്യതപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം നമ്മുടെ നീഡ്സ്, നമുക്ക് ഒരു കുറെ നീഡ്സ് ഉണ്ട്. ഒരു പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും നീഡ്സ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോഴാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ പറഞ്ഞാൽ നമ്മൾ മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നോളൂ.
അപ്പം ഭർത്താവിന്റെ നീഡ് എന്താണ്, ഭാര്യയുടെ നീഡ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്ക് പറയാം. കർത്താവ് പറയുവാണ് ഇവിടെ ചെരുപ്പെടുക്കരുത് എന്ന് വെച്ചാൽ ഗോ സ്ലോ എന്നാ. ഇപ്പൊ ആരെങ്കിലും ഒത്തിരി സ്പീഡിൽ പോകുന്നുണ്ട്, നമ്മളെ കോവിഡ് എങ്ങനെയാ ഒത്തിരി പിടിച്ചു നിർത്തി അല്ലേ? നമ്മൾ എത്ര ഫാസ്റ്റ് ആയിരുന്നു. അയ്യോ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറയുന്നത് നമ്മൾ 17-ാം നൂറ്റാണ്ടിലോട്ട് പോയെന്നാ കോവിഡ് വന്നപ്പോ. അപ്പൊ നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയിരുന്നു, പക്ഷെ ദൈവം നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അപ്പൊ ദൈവരാജ്യ സമാഗതമായി. അപ്പൊ പ്രാവിന്റെ നിഷ്കളങ്കതയും പാമ്പിന്റെ വേഗതയും നമുക്കുണ്ടായിരിക്കണം. കർത്താവ് പറയുകയാണ് പ്രാവിന്റെ നിഷ്കളങ്കത വേണം, പാമ്പിന്റെ വേഗത വേണം. ഒരു ഉറങ്ങാത്ത ജീവിയാണ് അല്ലെ, ശബ്ദത്തിന്റെ ഗ്രാവിറ്റി അറിയുന്ന ജീവിയാണ് ആര്? പാമ്പെന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വേഗം ശബ്ദം തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് പ്രാപിക്കും. ഞാൻ ചോദിക്കട്ടെ, ന്യൂസിലാൻഡിലേക്ക് പോകാൻ എന്ത് കഷ്ടപ്പെട്ടാ നമ്മുടെ പിള്ളേര് പോകുന്നത് അല്ലേ? OET എഴുതണം, പിന്നെ എന്താ അതുപോലെയുള്ള ഒരുപാട് പരീക്ഷയൊക്കെ എഴുതാൻ, ടോഫലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എഴുതിയിട്ടാണ് കുഞ്ഞുങ്ങള് പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പരീക്ഷ നമുക്ക് ഇങ്ങനെയുള്ളത് വളരെ ലളിതമായി പ്രാപിക്കാൻ പറ്റുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒരു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആ രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിക്കണം, അവിടുത്തെ അത്യാവശ്യമുള്ള റിക്വയർമെന്റ്സ് എല്ലാം ചെയ്യണം. എന്നാൽ ഈ ദൈവരാജ്യം പറഞ്ഞ് ഏത് മനുഷ്യനും പ്രാപിക്കാൻ പറ്റുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം എന്താണ് കർത്താവ് പറയുവാണ്, അപ്പൊ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് എന്താണ്? ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവനും എന്താണ് നമ്മൾ സത്യത്തിൽ കേൾക്കുന്നത്? നമ്മുടെ ഭൗതിക നന്മകളെ കുറിച്ച്. ഇതൊന്നും അല്ലായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ പ്രസംഗം. 1-ാം നൂറ്റാണ്ടിലെ പ്രസംഗം എന്ന് പറയുന്നത് ദ ക്രൈസ്റ്റ് ഈവന്റ് ആയിരുന്നു. ഹല്ലേലൂയ, ക്രിസ്തു സംഭവം, ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ആമേൻ. അവന്റെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ, ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് അല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രസംഗവും, അതിനുശേഷം 4-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ നിന്ന് ആ മുടന്തനെ സൗഖ്യമാക്കിയതിനു ശേഷം താൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അതൊക്കെ വളരെ അവർ ഉള്ളിലേക്ക് ഒരു ഇടിച്ചു കയറി, നിങ്ങളാണ് അവർ ഉള്ളത്തെ കുത്തുന്ന പ്രസംഗമായിരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം, അവന്റെ ഉയർപ്പ്, അവനിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ തച്ചനായ ക്രിസ്തുവിന്, തച്ചനായ യേശു കർത്താവിന് എത്ര കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അറിയാമെന്നറിയാമോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങളുടെ കാര്യത്തിന് കൃത്യമായിട്ട് മെഷർമെന്റ് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നസ്രയനായ ക്രിസ്തു. ഹല്ലേലൂയ. കാരണം അവൻ ഒരു തച്ചനാണ്. അവനറിയാം, ഹല്ലേലൂയ, എത്ര വളവ് വേണം, എത്ര ഇഞ്ച് പൊക്കം വേണം, എത്രമാത്രം ഹല്ലേലൂയ അകലിച്ച വേണം. ഇതെല്ലാം നോക്കി ഒരുപാട് വീട് പണിതിട്ടുള്ളവനവൻ. ഹല്ലേലൂയ. നീണ്ട 30 വർഷം തന്റെ പിതാവിന്റെ കൂടെ നടന്നു ഒരുപാട് വീടിന്റെ കൂട്ടുകയറ്റിയവനാണ് ഈ കർത്താവ്. ഹല്ലേലൂയ. ഈ തച്ചനായ നസ്രത്തുകാരനായ കർത്താവിന് നിന്റെ മുതുകിൽ എത്രമാത്രം കൂട്ടുകയറ്റാൻ പറ്റും, എത്രമാത്രം പേർഡൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വെക്കുന്ന നുകം അത് വളരെ ലഘുവായിട്ടാ വെക്കുന്നത്. ഞാൻ വെക്കുന്ന ചുമടുണ്ടല്ലോ കുറച്ച് മൃദുവായിട്ടേ വെക്കുന്നു. ഇന്ന് പകലിൽ ഹല്ലേലൂയ വിശ്വസിക്കുക ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിന്റെ കർത്താവേ, ഈ വലിയ ഭാരം എനിക്കെന്താ, ഈ വലിയ നുകം മാറുന്നില്ലല്ലോ കർത്താവേ എന്നോർത്ത് ഭാരപ്പെട്ടാണോ ഇന്നൊരു പകലിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത്? അവൻ പരിശുദ്ധാത്മാവ് പറയും, അവനറിയാം, അവനത് വെക്കും, പക്ഷേ അത് വളരെ സോഫ്റ്റ് ആയിട്ടേ വെക്കത്തുള്ളൂ. അവൻ വെക്കും, പക്ഷേ അതറിയാമോ, അത് വളരെ 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 ലഘുവായിട്ട് നിനക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. കാരണം അവൻ തച്ചനാണ് കേട്ടോ. അവൻ അറിയാം നിങ്ങളുടെ മെഷർ എത്രമാത്രം. ജീവിത ഭാരങ്ങൾ പലപ്പോഴും ഓർത്തിന്റെ കർത്താവേ, ഇത്രയും വലിയ കുടുംബത്തിന്റെ ഭാരം, ഇത്ര വലിയൊരു കടബാധ്യത, ഇത്രമാത്രം അനുസരിക്കാത്ത മക്കൾ, ഇത്ര സ്നേഹമില്ലാത്ത ഒരു ജീവിത പങ്കാളി, ഇത്രമാത്രം ക്രൂരമായി പ്രവർത്തിക്കുന്ന ബന്ധങ്ങൾ, ഇത്ര ഭാരപ്പെടുത്തുന്ന ഒരു ഓഫീസ്, കർത്താവേ ഇതെന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഓർത്ത് ഭാരപ്പെട്ടാണോ ഇന്ന് പകലിൽ ആമൻ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അറിയാം, അവന് നന്നായി നിങ്ങളെ അറിയാം. നിങ്ങളുടെ വിചാരം പോലും അറിയാം, നിങ്ങൾ കണ്ണിമിക്കുന്നത് അവൻ അറിയാം, അവന് നിങ്ങളുടെ ദീർഘശ്വാസം അറിയാം, നിങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയാം, നിങ്ങളുടെ ഉഴച്ചകൾ അവൻ അറിയാം. അവൻ നിങ്ങളുടെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കും. ഹല്ലേലൂയ.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോകത്തിൽ ഒഴുകുന്ന വെള്ളങ്ങളെല്ലാം കീപ്പോട്ടാ ഒഴുകുന്നേ, എന്നാൽ നമ്മൾ ഒഴുക്കുന്ന കണ്ണുനീർ അത് മേൽപോട്ടാ, കർത്താവിന്റെ തുരുത്തിയില. ഓ ജീസ, ഇന്ന് പൽക്കാലം സങ്കടപ്പെടരുത് ദൈവമേതിലെ, സങ്കടപ്പെടരുത് കേട്ടോ, ഭാരപ്പെടരുത്. അധികം വിഷമമുള്ള കാര്യം നിങ്ങൾ എന്റെ സന്നിധി കൊണ്ടുപോവാ. ആമേ മോശയോട് ദൈവം പറയുക, നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, ആമേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യ, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മോശേ, ഈ 70 പേരുടെ ശക്തിയാണ് ഞാൻ നിന്നിൽ പകർന്നത്, എന്നാൽ ഇത് നിനക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നെങ്കിൽ നീ എന്റെ കയ്യിൽ കൊണ്ടുപോവാ, ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാം. ഹല്ലേലൂയ. ജീവിതത്തെ വിളമ്പി തന്നത് ഭക്ഷിക്കാൻ പറ്റണം കേട്ടോ. വെച്ച് നീട്ടുന്നത് അത് സ്വീറ്റ് ആണെങ്കിലും ബിറ്റർ ആണെങ്കിലും അത് ഭക്ഷിക്കാനായിട്ട് പറ്റണം. ചീത്ത അനുഭവം നല്ല അനുഭവം ഒന്നൊന്നുമില്ല കേട്ടോ. വിളയും കളയും ഒരുമിച്ചാണ് വളരുന്നത്. ദൈവം ഒരു കഷ്ണം ഭൂമിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ഒരു കുടുംബമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം ഒരു ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കളപറിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വിളയും കൂടി പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് ഉടയവൻ ചെയ്യട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ചില മക്കളെ ഉണ്ടല്ലോ, കളയായിട്ട് ചിലര് വിളയായിട്ട് എണ്ണാറുണ്ട്. അതിന് ഒരു കാശിനും കൂടെ, പക്ഷെ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ഈ കള മാത്രമേ കാണുള്ളൂ, അല്ലേ? ആശുപത്രി കൊണ്ടുപോകാൻ ഈ കളയേ ഉള്ളൂ, വിളയുള്ളതെല്ലാം പോയി. പക്ഷെ അവരോട് വലിയ താല്പര്യമില്ല. ഈ മാതാപിതാക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല മാതാപിതാക്കൾ എങ്ങനെയാണെന്നറിയാം, കൂടെ നിൽക്കുന്നവരെ അത്ര താല്പര്യം. ആണ്ടിലെ എങ്ങനാന്നെങ്കിൽ ഒരു സാരി മേടിച്ചോണ്ട് തരുന്നതോ ഒന്ന് കൊണ്ട് വിളിച്ചോണ്ട് പോയത് ഒരു ഔട്ടിങ്ങിന് പോകുന്നത് എന്നാ ഇഷ്ടാന്നറിയാവോ? ഇന്നാ അമ്മച്ചി ചായ, ഇന്നാ അമ്മച്ചി കാപ്പി എന്ന് പറഞ്ഞിട്ട് പുറകെ നിൽക്കുന്ന മക്കളോട് വലിയ താല്പര്യമില്ല. ഭർത്താവിന് കൂടെയുള്ളവരോട് ഇഷ്ടമായിരുന്നു, കൂടെയുള്ളവരോട് സ്നേഹമായിരുന്നു. സ്വന്തം പാസ്റ്റർ ചിലർക്ക് ഇഷ്ടമില്ല. ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നാൽ അത്രയോ എന്നാ ഭക്തിയും എന്നാ കൊടുക്കലും എന്നറിയാവോ? സ്വന്തം പാസ്റ്റർ ഇപ്പം എന്നാ രക്ഷപ്പെടണേന്ന് ഓർത്തോണ്ട് കഷ്ടപ്പെട്ട് കണ്ണുനീരൊഴിച്ച് അവരുടെ എല്ലും തോലുമായി നിന്ന് പ്രാർത്ഥിച്ച ഒരു മീച്ചവും ഇല്ല. കൂടെയുള്ളവർക്ക് ഇച്ചിരി വെട്ടം കൊടുക്കുവാൻ, കൂടെയുള്ളവർക്ക് ഇച്ചിരി സന്തോഷം കൊടുക്കുവാൻ, ആമെ പ്രശ്നങ്ങൾ സഹിക്കുക അത്ര എളുപ്പമല്ല കേട്ടോ. ഈ കൂടെ വാഴുക എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ വാഴാൻ സഹിച്ചാല് എന്ത് ചെയ്യുന്ന, അത് സഹിച്ചു നിന്നാൽ ഈ കൂടെ വാഴാനൊക്കെ പറ്റത്തുള്ളൂ. ഈ കൂടെ താമസിക്കുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകട്ടോ. നമുക്ക് വല്ലപ്പോഴും ഒരാളെ വിസിറ്റ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഒരു നല്ല സന്തോഷമാണ്. പക്ഷെ നമുക്ക് കൂടെ പാർക്കുക എന്ന് പറയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നോക്കിക്കേ, ഈ കൂടെ വസിക്കാൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കേട്ടോ. ഗത്സമനയിലെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയും, മക്കളെ ഇച്ചിരി നേരം എന്റെ കൂടെ നിങ്ങൾ ഇരിക്കാവോ? കാരണം എനിക്ക് ഇച്ചിരി വിഷമമാണ്. എനിക്ക് വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൂശ് ഒരു പ്രശ്നമല്ല, അതിനേക്കാൾ ഉപരി നിങ്ങളെ വിട്ടുപോകുന്ന ഒരു വിഷമമുണ്ട്. ഈ മാനവജാതിയുടെ മുഴുവൻ പാപത്തിന്റെ കഠോരമായ ശിക്ഷ തന്റെ തലമേൽ വഹിക്കാൻ പോകുന്ന ആ വലിയ കാസ ഏറ്റെടുക്കാൻ പോകുമ്പോൾ, മക്കളെ ഇച്ചിരി നേരം എന്റെ കൂടി ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ഈ പത്രോസിനോട്, ഈ യാക്കോബിനോട്, ഈ യോഹന്നാനോട് ചോദിക്കുമ്പോൾ അവർക്ക് ഉറക്കം തൂങ്ങിപ്പോയി. ഹല്ലേലൂയ. കാരണം നിസാര കളിയല്ല കർത്താവിന്റെ കൂടെ ഈ പകൽ മുഴുവൻ നടന്ന് വേല ചെയ്യുക, അല്ലെ? അവർ പകൽ മുഴുവൻ ഈ ശുശ്രൂഷ ചെയ്യും. കർത്താവ് പ്രാർത്ഥിക്കും. വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഈ ശിഷ്യന്മാർ ഒരുപക്ഷെ വീടുകളിലേക്ക് പോകുന്നത്. ആ ഗത്സമനയിൽ കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കർത്താവ് ഒന്ന് നോക്കുമ്പോൾ ഇവർ ഉറക്കം തൂങ്ങിയെന്നാ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഉറക്കം തൂങ്ങിയിട്ട് കർത്താവ് പോയി ആ ഇച്ചിരിമാരെ കൂടി ഉണർന്നിരിക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോ പിന്നെ ഉറങ്ങുക. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, നിങ്ങൾ ഉറങ്ങിക്കോൾ, നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളും, മനുഷ്യപുത്രൻ പാപികളുടെ വഴിയിലേറ്റ്. എന്നിട്ട് കർത്താവ് അങ്ങ് പോയിട്ട് പിന്നെ കവിണ്ണ് വീണ് താനെന്ത് ചെയ്തോ? പ്രാർത്ഥിച്ചെന്ന്. അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായിട്ട് ഇറ്റിറ്റ് വീഴുമെന്ന് വായിക്കുന്ന അത്ര വേദന. കൂമങ്ങളിൽ പോലും രക്തം ഇങ്ങനെ പൊടിഞ്ഞു വരുമ്പോൾ അവന് പറ്റാത്തവണ്ണം അത്ര ഒരു ഓയിൽ പ്രസ് സ്ക്യൂസ് ചെയ്യുന്ന നമ്മൾ പിടിച്ചു. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള വേദനകൾ വന്നിട്ടില്ലേ? കർത്താവേ, ഇത്രമാത്രം വേദന ഞാൻ സഹിക്കണോ? ഇത്രമാത്രം. അവിടെ വായിക്കുന്നത് അവനെ ശക്തീകരിക്കാൻ ഒരു ദൂതൻ ഇറങ്ങിയെന്ന. പ്രൈസല്ലോ. ഇന്ന് പകലിൽ വിഷമിക്കുന്നുണ്ടോ? ചില വിഷയങ്ങളിൽ കർത്താവേ, ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമല്ലായിരിക്കും, ഒരുപക്ഷെ ആരോഗ്യ പ്രശ്നമല്ലായിരിക്കും, ഒരുപക്ഷെ മാനസികമായിട്ടുള്ള സംഘർഷമായിരിക്കും, ഒരുപക്ഷെ ഒറ്റപ്പെടുത്തലിന്റെ, ഒരുപക്ഷെ റിജക്ഷന്റെ, അല്ലെങ്കിൽ ഒരുപക്ഷെ നൊമ്പരപ്പെടുത്തുന്ന പല വിഷയങ്ങൾ, ആരോടും പറയാൻ പോലും പറ്റാത്ത ചില ബന്ധങ്ങളിലുള്ള വിള്ളലുകളായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുക, അവിടേക്ക് ഒരു ദൂതനെ ഇറക്കാൻ. യെസ്, അതിൽ ദൈവത്തിന് കഴിയും.
ഒരു ദൂതന്റെ ശക്തി 1,38,000 പേരെ ഒരു രാത്രി കൊണ്ട് ആമേൻ നിഗ്രഹിക്കാൻ കഴിയുന്ന അതേ ദൂതന്റെ ശക്തി നിന്റെ ഒരു ചെറിയ വിഷയത്തിന് മേൽ വന്നാൽ എത്ര വലിയ അത്ഭുതമാകാൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവിടെ അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, വിശ്വസിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ഇത് തൽക്കാലം യേശുവിന്റെ നാമത്തിന്റെ ഒരു ചാനലായിട്ട്, യേശു കർത്താവിന്റെ ശക്തിയുടെ ഒരു ചാനലായിട്ട് നിൽക്കാനാണ്. 1,85,000. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. ദൈവം ഹല്ലേലൂയ ഏലിയാവിനെ എന്ത് ചെയ്തു? തട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൂതനെ ആമേൻ ദൈവം ദൂതനെ ബലപ്പെടുത്തിയതോ, ദൂതൻ അവനെ ബലപ്പെടുത്തി എന്നാ വായിക്കുന്നത്. ഹല്ലേലൂയ. ഒരു ചെറിയ ജീവിതമാകട്ടോ, നമ്മുടെ ജീവിതം ഏകദേശം ഒരു 30,000 ദിനങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും എപ്പോഴും ആക്റ്റീവ് ആകണമെന്നില്ല. നമ്മുടെ കട്ട്സ് അറിഞ്ഞ് മുഖം വെക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് ആമേൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ദൈവം ഇതിലെ നിങ്ങൾ ആയിരിക്കുന്ന വീടിനകത്തേക്ക് പരിശുദ്ധാത്മ വന്നിട്ടുണ്ട്. വേഗത്തിൽ പോട്ടെ. മൂന്നാമത്തെ കാര്യം, ഹീൽ ദ സിക്ക്. ദ വേർഡ്, അല്ലെങ്കിൽ പ്രസംഗിക്കുക. ദൈവരാജ്യം എന്ന് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്ത് ചെയ്യണം? സൗഖ്യമാക്കുക, സുഖമാക്കുക. പൂർണ്ണ സൗഖ്യമുള്ള ആരെങ്കിലും ഈ പ്ലാറ്റ്ഫോമിലുണ്ടോ? പറയാമോ? ഞാൻ പൂർണ്ണമായും ഹെൽത്തിയാണ്, എനിക്ക് പൂർണ്ണ സൗഖ്യം. ആരും, ഈ ലോകം മുഴുവൻ സിക്കാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ രോഗികളെ എന്ത് ചെയ്യണം? സൗഖ്യം. ഓൾ ആർ സിക്ക്. ഞാൻ ചോദിക്കട്ടെ, ഡു യു ഹീൽ യുവർ ഡിയർ വൺസ്? നിങ്ങൾ നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ ഉറ്റവരെ സുഖപ്പെടുത്താറുണ്ടോ? ഹല്ലേലൂയ. ഇടയൻ തന്നെ ആടുകളെ തല്ലുകയാണെങ്കിലോ, അല്ലെങ്കിൽ ആമേൻ ജീവിതത്തോളം ആമേൻ ഹല്ലേലൂയ സംരക്ഷിക്കാമെന്ന് ഉഭയസമ്മതം ചെയ്തവർ ഉപദ്രവിച്ചാലോ സഹിക്കാൻ പറ്റത്തില്ല, അല്ലെ? ഇനി ലോകത്ത് നടക്കുന്ന എന്താണ്? ഈ ജിസ്മോളെയൊക്കെ ഇവിടുത്തെ അടുത്താണ് സംഭവം നടക്കുന്നത്. ആമീൻ ഇത്രമാത്രം ജീവിതത്തിൽ ചില മക്കളെ ഉപദ്രവിക്കുന്ന അമ്മയപ്പന്മാര്. ചർച്ച എന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സകലരെയും സുഖമാക്കാൻ, ഭൂമിയിലുള്ള സകലരെയും സുഖമാക്കാനാണ് കർത്താവ് വന്നിട്ടുള്ളത്. ഹല്ലേലൂയ. അവരെ കെയർ ചെയ്യുന്ന പ്ലേസ് ആണ് ഫെലോഷിപ്പ്. ഈ പ്ലാറ്റ്ഫോമിൽ എന്തിനാകട്ടോ പ്രിയ ഫേവാൻഡി ചേർച്ചൊക്കെ ഇത്ര എല്ലാ ആഴ്ചയിലും ഈ ഫെലോഷിപ്പ് നടത്തുന്നത് എന്തെന്നറിയാമോ? ഒരു സുഖമാക്കൽ പ്രക്രിയ നടക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന ഓരോരുത്തരുമേലും ഈ സുഖമാക്കൽ നടക്കുകയാണ്. ഈ 2ാം വരവോളം പരിക്കേറ്റ് കിടക്കുന്നവരെ സുഖമാക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ. ആ ഒരു പാഷനേറ്റ് ലവ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. കർത്താവിലേക്ക് വന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിന്റെ ഹിതത്തിലേക്ക് നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ലോകത്തുള്ളവരെ മുഴുവനും ആമേൻ സുഖമാക്കുവാനാണ്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ എന്ത് ചെയ്യും? നദികൾ ഒഴുകും. നദി എന്താ ചെയ്യുന്നത്? ജീവിപ്പിക്കുക ചെയ്യുന്നത്, സുഖമാക്കുക ചെയ്യുന്നത്. വാട്ടർ തെറാപ്പിയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. സുഖമാക്കൽ പ്രക്രിയ. എല്ലാ രോഗങ്ങൾ മാറാനായിട്ട് വെള്ളം ഏറെ കുടിക്കണം എന്നാ പറയുന്നല്ലേ? ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വെള്ളമായിട്ടല്ല, നമ്മൾ ഒരു നദിയാകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്. യെസ്, കം ടു മീ, ബിലീവ് ഇൻ മീ. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ യേശു കർത്താവ് നിന്നുകൊണ്ട് പറയുക, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഏവരും, കുറെ പേരല്ല, എല്ലാവർക്കും കം ടു മീ. ഹല്ലേലൂയ. അടുക്കലോട്ട് വാ, ബിലീവ് ഇൻ മീ. ഈ ഒറ്റ ക്വാളിഫിക്കേഷനാ പറയുന്നത്. അവരെ എന്താക്കുമെന്ന് പറയുന്നത്? വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് സാക്ഷാൽ ഉറവയിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ക്രിസ്തു ഉറവയാണ്. അവനിൽ വിശ്വസിച്ചാൽ നാം നദിയാകും. മരിച്ചിട്ടും ചങ്കിൽ നിന്ന് രക്തമൊഴുക്കിയ ഹല്ലേലൂയ യേശു കർത്താവ്. ചരിത്രങ്ങൾ പറയുന്നത് അവസാനം ആ കുത്തിയ പടയാളി ഒരു ഒറ്റക്കണ്ണനായിരുന്നു എന്നാ പറയുന്നത്. അവൻ കുത്തിയപ്പം രക്തവും വെള്ളവും പുറപ്പെട്ടെന്ന്. ആ രക്തം പുറപ്പെട്ടിട്ട് ആ ഒറ്റക്കണ്ണന്റെ കണ്ണ് സൗഖ്യമായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ പിന്നീട് കർത്താവിന്റെ ശിഷ്യനായി തീർന്നതാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അവസാനം വരെ മരിച്ചിട്ടും ആ ചങ്കിൽ നിന്ന് രക്തം ഒഴുകിയ ഹല്ലേലൂയ അവരിൽ വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. ഹല്ലേലൂയ. ഒരു അനോയിന്റഡ് ലൈഫ്, അല്ലേ? ഒരു നനവുള്ള ജീവിതം. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. നിൽക്കാതെ ഒഴുകാൻ പറ്റും നമുക്ക്. ഓ ജീസസ്. ഹല്ലേലൂയ. ആ സ്നേഹത്തില് ഒഴുകാൻ പറ്റും. കേരളത്തിൽ ആകെ ഏകദേശം 44 നദികളുണ്ടെന്നാ പറയുന്നത്.
ഈ നദികളാണ് കേരളത്തിന് ഇത്ര ഈർപ്പമുള്ളതാക്കി. ഏതൊക്കെ രാജ്യത്ത് പോയാലും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുമ്പോഴത്തേനും ഒരു സുഖം ഫീൽ ചെയ്യും അല്ലെ? ഒരു സുഖം ഫീൽ ചെയ്യും ആ കാറ്റടിക്കുമ്പോൾ. എന്തുകൊണ്ടാണെന്നറിയാം? ഈ നദിയുടെ സ്വാധീനം ഉള്ളത് കൊണ്ടാ. അപ്പൊ അത് ചലനം ഉണ്ടാക്കും, അത് പച്ചപ്പ് നൽകും, അത് ജീവൻ ഉണ്ടാക്കും, അത് തണുപ്പ് മാറ്റും, അത് ബ്ലോക്ക് മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതാ. ഓ ജീസസ്, ഹല്ലേലൂയ. എത്ര കടഭാരമുണ്ടെങ്കിലും, എത്ര ജീവിതഭാരം ഉണ്ടെങ്കിലും, ഇത്ര ഹല്ലേലൂയ ലൈവായിട്ട് നിന്ന് ഒരു സ്തോത്രം പറയാൻ പറ്റുന്ന എന്താ? ഈ നദി നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ നദിയെ ഉള്ളിൽ നിന്ന് കണ്ണടയുവോളം ഒഴുകാൻ പറ്റട്ടെ ദൈവത്തിന്റെ പൈതലേ. കാരണം നമ്മുടെ ഉറവ വറ്റാത്തതാണ്. ഓ വറ്റാത്ത ഉറവയാ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുമോളെ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്. ഹല്ലേലൂയ. ഓ എന്റെ ഉപനിധിയേ, എന്റെ മാരാവിടമേ, വറ്റാത്ത ഉറവയാതേ. ഗ്ലോറി, ഹല്ലേലൂയ. എനിക്ക് പലപ്പോഴും ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും എന്റെ ഹൃദയം വളരെ തുടിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കർത്താവേ. ആ ഉറവയിൽ നിന്ന് ഒരു സ്നേഹത്തിന്റെ, ആ നസ്രയത്തിലെ ക്രിസ്തുനാഥന്റെ ഹല്ലേലൂയ ആ ജീവിതം, ഹല്ലേലൂയ, ആ നനവുള്ള ജീവിതം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവ് പറയുക, ഇങ്ങനെ ഒരു നനവുള്ള വൈബുള്ള ഒരു ജീവിതം, ഇത്ര സ്നേഹമുള്ള ഒരു ജീവിതം, ഇത്ര ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാത്തിരിപ്പിന്റെ ജീവിതമാണ് കേട്ടോ. കർത്താവ് പറയുക, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്, ഞാൻ വാതിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയും, ഞാൻ വാതിലാണ് കേട്ടോ. ഏതെങ്കിലും ഒരു വാതിൽ കൊട്ടിയടച്ചു, ആ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ട് കർത്താവ് പറയുക, ഞാൻ വാതിലാ. ഇന്ന് പകൽക്കാലം അടയ്ക്കാത്ത ഒരു വാതിലുണ്ടെങ്കിൽ, ഹാലലൂയ, ആരൊക്കെ ട്രൈ ചെയ്ത് അടയ്ക്കാൻ നോക്കിയാലും അടയ്ക്കാൻ പറ്റാത്ത വിധം അവനൊരു വാതിലായി നിൽക്കുകയാണ്. ഹാലലൂയ. അവൻ നമുക്ക് ഉറപ്പ് തരിക, അവൻ നമുക്ക് ബാധ്യത തരിക. കർത്താവ് ഒന്നും അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതാണ് വാതിൽ എന്ന വാക്കിന്റെ അർത്ഥം. ഹാലലൂയ. അകത്തു പോയതും പുറത്തു പോയതും, ആ ബന്ധം വിട്ടുപോയതും, ആ ബന്ധം ചേർത്ത് പിടിച്ചതും, പ്രതിസന്ധിയിൽ അകപ്പെട്ടതും, അതിൽ നിന്ന് രക്ഷപ്പെട്ടതും എല്ലാം അവൻ അറിയാം. യെസ്, ഹല്ലേലൂയ. അവസാനിക്കാത്ത കാത്തിരിപ്പിന്റെ ഒരു പ്രതീകമാണ് വാതിൽ എന്ന് പറയാം. അവസാനം വരെ ദുഷ്പ്രവൃത്തി ചെയ്ത ആ മനുഷ്യനോട് പറയാം, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇങ്ങനെ തുറന്നിരിക്കുക, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിലിരിക്കും. അനന്തമായ സാധ്യതകളുടെ പ്രതീകമാണ് കേട്ടോ. പത്രോസിനോട് യേശു പറയുക, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഹല്ലേലൂയ ഞാൻ നിനക്ക് തരുവാ. ആമേൻ. കാരണം വാതിൽ ഞാനാണ്. തുറക്കാത്ത ഹൃദയവുമായി കൂടെ താമസിക്കുന്ന ഒരു ജീവിത പങ്കാളിയാണോ, വ്യക്തിയാണോ, മക്കളാണോ? അനന്തമായ സാധ്യതയാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ഇതാ അനന്തമായ സാധ്യതകളിലേക്ക് ക്രിസ്തു നമ്മളെ അവൻ ഉള്ളിൽ പ്രവേശിച്ചാൽ എന്താണ്? അനന്തതയിലേക്ക് പ്രവേശിക്കുകയാണ്. മറ്റൊരു ജീവിതത്തിലേക്ക് നമ്മൾ ഫ്യൂസ് ചെയ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഒരു മിസ്റ്റിസിസത്തിലേക്ക്, അവനിലേക്ക് പ്രവേശിക്കുന്നതോടെ പൗലോസ് പറയുവാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. അവൻ അഭയമായി തീരും. എന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഈ ജീവിതയാത്രയിൽ കർത്താവ് വിളിച്ച വിളിയിൽ ഭയം വന്നിട്ടുണ്ടോ? ഭയപ്പെടേണ്ടെന്ന് ബൈബിളിൽ ഉടനീളം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഭയമില്ല, നിർഭയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 365 പ്രാവശ്യവും ഓരോ നിമിഷവും കർത്താവ് പറയുവാണ്, ഭയപ്പെടേണ്ട, ക്രിസ്തു കൂടെ ഉണ്ടെങ്കിലും കാറ്റ് വരികയില്ലെന്നല്ല, ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ കോള് വരില്ലെന്നല്ല, ബുദ്ധിമുട്ട് വരില്ലെന്നല്ല, മരണം സംഭവിക്കുന്നില്ലെന്നല്ല. നോക്കിക്കേ, കർത്താവ് കൂടെ കൂടെ പോകുന്ന വീടായിരുന്നു മാർത്തയുടെയും മറിയുടെയും വീട്. പക്ഷെ അവിടെയും മരണം സംഭവിച്ചു, അവിടെയും ബുദ്ധിമുട്ട് വന്നു, അവിടെയും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ വന്നു, അവിടെയും മറ്റുള്ളവരുടെ കളിയാക്കലുകള്, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കൊച്ചു വർത്താനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു. പക്ഷേ കർത്താവ് പറയുവാണ്, there is a glory behind that. ദൈവത്തിന്റെ ഒരു മഹത്വം. യെസ്, ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം പരിശുദ്ധാൽ പറയാം, നിങ്ങൾ ഒരു മഹത്വമാ, നിങ്ങൾ ഒരു മുദ്രമോതിരമാ, നിങ്ങൾ എനിക്കൊരു സമ്പത്താ, നിങ്ങൾ എനിക്ക് ഹല്ലേലൂയ ഉത്തമ സമ്പത്താണെന്ന് പറയുവാണ്. അവന്റെ ആടുകളുടെ വാതിലാകുന്നു കേട്ടോ. അത് റിലേഷൻഷിപ്പിനെയാ സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു എന്നുള്ളതാ. കർത്താവിന്റെ സന്നിധിയിൽ ഇറങ്ങി തിരിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുവാണ്, ഇവിടെ നിങ്ങൾ സേഫ് ആണ്, ആബ്സല്യൂട്ട്ലി നിങ്ങൾ സേഫ് ആണ്, ആബ്സല്യൂട്ട്ലി നിങ്ങൾ സെക്യൂർ ആണ് കേട്ടോ. കാരണം ഇൻ ആൻഡ് ഔട്ട് വിത്തൗട്ട് ഫിയർ.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അവനാണ് വാതിൽ നിന്ന് അകത്ത് വരുമ്പോഴും പുറത്തു വരുമ്പോഴും. ആമേൻ. അവനിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. അകത്ത് വരുമ്പോഴും പുറത്തു വരുമ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന പകൽക്കാലം. ഓ റീകാമാന ദൂരാലവ അന്തര രഗന ഹസ്തര രഗന ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുക, ചില ജീവിതങ്ങളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പരിശുദ്ധാത്മാവ് ആമേൻ ചില ഹൃദയങ്ങളുടെ ഉള്ളിലേക്ക് ആ വിശ്വാസമുള്ള ദുഷ്ട ഹൃദയം മാറുക. ആമേൻ ഉറ്റവരുമായുള്ള ബന്ധത്തിൽ ആമേൻ ഹല്ലേലൂയ സുവിശേഷ ഘോഷണത്തിൽ മറ്റുള്ളവരെ ആമേൻ ചെയ്യുന്നത് ആതുര ശുശ്രൂഷയിൽ ഒക്കെ എവിടെയോ പാളിച്ചകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുക, ആമേൻ ഇൻ ആൻഡ് ഔട്ട് ഓൺലി ത്രൂ ഹിം. ഹല്ലേലൂയ. ആമേൻ അബ്സല്യൂട്ട്ലി യു ആർ സേഫ് ആൻഡ് യു ആർ സെക്യൂർ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഭയപ്പെടരുത്. ഓ ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞില്ല തൊഴുത്തിന്റെ വാതിൽ ഞാൻ ആകുന്നെന്ന്. കർത്താവ് പറഞ്ഞു ആടുകളുടെ വാതിലാ ഞാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവം ഇതിലെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും കേട്ടോ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വമാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. യെസ് യെസ്. നിങ്ങൾ പോകുവിൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് ചെല്ലുവിൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാൽ ഒരു നിമിഷം നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവരാം. ഓ ജീസസ്. കർത്താവേ നീ എത്ര വലിയവനാ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുവാണ് ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങി പോകരുത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? ആമേൻ ട്രബിൾ ആകരുത്. ഹല്ലേലൂയ. ആമേൻ. ഹൃദയം കുറുങ്ങിപ്പോയാൽ, ഹൃദയം കലങ്ങിപ്പോയാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നിങ്ങൾ അങ്ങ് വളരെ സ്റ്റക്കായി പോകും. ഹൃദയത്തിന് ബ്ലോക്ക് വന്നാൽ ആമേൻ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് പ്രിയ മാതാവേ, പ്രിയ സഹോദരി, അറിയ കുടുംബ അംഗങ്ങളെ പരിശുദ്ധാത്മാവ് പറയുക, ആമേൻ കർത്താവേ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു ആഘാതമേൽക്കാതെ അതിനെ നിങ്ങൾ പരിച വെച്ച് വിശ്വാസം എന്ന പരിച ആമേൻ ധരിച്ചുകൊണ്ട് ആമേൻ ആ ബ്രസ്റ്റ് പ്ലേറ്റ് എപ്പോഴും ചേർത്ത് വെച്ചാലും കേട്ടോ. അതിൽ നിന്ന് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. കാരണം ഹൃദയം തകർക്കുന്ന വേദന, ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആമേ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മളെ പലപ്പോഴും ശ്വാസം മുട്ടിക്കും കേട്ടോ. അതുകൊണ്ട് കർത്താവ് പറയുവാണ്, അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരോട് പറയുക, നിങ്ങൾ പോകുവിൻ, നിങ്ങൾ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ഒരുപാട് പേരുണ്ട്. യെസ്, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയിട്ടുണ്ട്. നമുക്കൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കർത്താവ് എവിടെയാണ് ദൈവമേ ഞാൻ കാണാതെ പോയത്? എവിടെയാണ് ഞാൻ വിട്ടുകളഞ്ഞത്? എവിടെയാണ് ഞാൻ പരിഗണിക്കാതെ പോയത്? എവിടെയാണ് എന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഹല്ലേലൂയ ഉൾപ്പെടുത്താതെ പോയ വ്യക്തികൾ, ബന്ധങ്ങൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഒന്ന് റിക്കളക്ട് ചെയ്യുവാൻ. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയും, കർത്താവ് ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്ന വായിക്കുന്നു. ഇടയൻ ആടുകളുടെ ശബ്ദം തിരിച്ചറിയാം. അവൻ പേര് ചൊല്ലി വിളിക്കുന്നു. ഇന്ന് പകൽക്കാലം അവഗണിക്കപ്പെട്ടു പോയത്, തിരസ്കരിക്കപ്പെട്ടു പോയത്, മാറ്റി നിർത്തിയിട്ടുള്ളതിനെ ആമെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ദിവസമായി പരിശുദ്ധാത്മാവ് കാണുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബന്ധങ്ങൾ എവിടെയാ മുറിഞ്ഞു പോയിട്ടുള്ളത്? ആ ഒരു കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആമേ. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എവിടെയാണെന്ന് അറിയാം. എവിടെയോ ഇവിടെ വൈഫൈ പോയതാ. ആമേൻ. തകർച്ചയിലൂടെ പോയത്. ജീവിതത്തിന്റെ ഏതെങ്കിലും കോണിൽ നമ്മൾ തകർന്നു പോയിട്ടുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾക്ക് എവിടെയെങ്കിലും ആമേ ഡ്രൈ ആയി പോയിട്ടുണ്ടോ? കർത്താവ് പറയുക, ഞാൻ നദിയാണ് കേട്ടോ, ഞാൻ ഉറവയാ. ഹല്ലേലൂയ. സാക്ഷാൽ ഉറവയായവൻ ഹല്ലേലൂയ നദിയാക്കാൻ നിങ്ങളെ ആഗ്രഹിക്കുക. ഈ ലോകത്തിന് തണുപ്പ് കൊടുക്കുവാൻ, ഈ ലോകത്തിനെ ആമേൻ ഹല്ലേലൂയ നിർവൃതിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവതമ്പുരാൻ ആമേൻ ഹല്ലേലൂയ നമുക്ക് വാതിലായിട്ട് നിൽക്കുകയാണ്. അനന്തമായ സാധ്യതകളുടെ ഒരു പ്രതീകമാണ് വാതിൽ എന്ന് പറയുന്നത്. മുന്നോട്ട് പോകാൻ കഴിയാതെ, യാതൊരു സാധ്യതയും ഇല്ലാതെ, യാതൊരു പോസിബിലിറ്റിയും ഇല്ലാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മ പറയുക, ഇമ്മൻസ് പോസിബിലിറ്റിയാണ് നമ്മുടെ കർത്താവ്. യെസ്, ഹല്ലേലൂയ. ആ സാധ്യതകൾ തുറന്നു വരട്ടെ. അസാധ്യം എന്ന് പറയുന്ന മറ്റുള്ളവര് തടസ്സം എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന വിഷയത്തിന്റെ മേൽ ഇന്നൊരു സാധ്യതയാണ് കർത്താവ്. ഹല്ലേലൂയ. പത്രോസിനോട് യേശു പറയുക, സ്വർഗരാജ്യം നിന്റെ കയ്യിലാണ് ഞാൻ തരുന്നത്. നിനക്ക് ഉറ്റവരുടെ ഹൃദയങ്ങളെ അങ്ങോട്ട് തിരിക്കാൻ പറ്റും,
ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും. ആമേൻ. ആ താക്കോലാണ് ഇന്ന് പകൽക്കാലം തുറക്കാത്ത ഹൃദയവുമായി ആമേൻ യാതൊരു പ്രതികരണ ശേഷിയും ഇല്ലാതെ ആമേൻ ജീവിതം അസ്തമിച്ചെന്ന് വിചാരിക്കുന്ന വിഷയത്തിന് മുമ്പിൽ കർത്താവ് പറയുക, ആ അതോറിറ്റി നിന്റെ കയ്യിൽ തന്നിരിക്കുക. സഹോദരിമാരെ, യെസ്, പരിശുദ്ധാത്മ പറയുക, ആമേൻ നിങ്ങളുടെ മേലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. കർത്താവ് പറയുവാണ്, ഹല്ലേലൂയ, ആമേൻ നിങ്ങൾക്ക് ആമേൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അനന്തതയിലേക്ക് ആമേൻ മറ്റൊരു ജീവിതത്തിലേക്ക് മാറുന്ന ഒരു ജീവിതം, ഇത്ര ലഹരിയുള്ള ജീവിതം, ഇത്ര പതഞ്ഞു നുരയുന്ന ഒരു ജീവിതം, ഇത്ര എസ്റ്റസി ഉള്ള ഒരു ജീവിതമാണ് അനോയിന്റഡ് ലൈഫ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈധവ്യത്തിലൂടെ കടന്നുപോയിട്ടും ആമേൻ, ഹല്ലേലൂയ, ആമേൻ ഡിവോഴ്സിലൂടെ കടന്നുപോയിട്ടും ആമേൻ ജീവിത ഭാരത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ ലോൺലിനെസ്സിലൂടെ പോയിട്ടും മക്കളില്ലാഞ്ഞിട്ടും ആമേൻ സാമ്പത്തികമൊക്കെ ഒരുപാട് വീടില്ലാഞ്ഞിട്ടും എല്ലാം ആമേൻ ആമേൻ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നെങ്കിലും ഇത്ര വൈബായി ഇത്ര അനോയിന്റഡ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യെസ്, അങ്ങനെ ഒരു ജീവിതം, ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു ആത്മമാരി പോലെ ആമേൻ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ ഇടയിലേക്ക് വന്നതുപോലെ ഇന്ന് പകൽക്കാലം ഈ 21-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ പെയ്തിറങ്ങിയ ആ പെന്തിക്കോസ്തിന്റെ മൂവ്മെന്റ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് പെയ്തിറങ്ങുമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വിശ്വസിക്കുക. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും. ഈ പ്ലാറ്റ്ഫോമിൽ ഏകദേശം 100 ആമേൻ അടുത്തുള്ള ആളുകളാണ് ഈ കുടുംബങ്ങളിൽ കർത്താവിനെ. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ പോകും. ഓ ഷാബ നെറ്റ് പോയി. റിക്കളക്ട് ചെയ്യാൻ പറ്റുമോ? കർത്താവ് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ മുറിവേറ്റിട്ടുള്ളത്, ആഴത്തിൽ മുറിവേറ്റത്, ഒരിക്കലും ഉണങ്ങാൻ കഴിയാതെ എപ്പോഴും ട്രിഗർ ചെയ്യുന്ന ആമേ ഹല്ലേലൂയ ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ, ആ ഒരു ഭാരമുണ്ടല്ലോ, ആ വേദനയുണ്ടല്ലോ, ആ രോഗമുണ്ടല്ലോ, ആ തടസ്സമുണ്ടല്ലോ, കർത്താവ് പറയാ നീ കൊണ്ടുവാ. യെസ്, പത്രോസും ആ യാക്കോബും യോഹന്നാനും അപ്പസ്തലന്മാര് ആമേൻ 4 ആൾ ചുമന്ന് ആമേൻ ആ വീട്ടിലേക്ക് യേശുവിന്റെ അടുക്കലേക്ക് ആ മനുഷ്യനെ കൊണ്ടുവന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടു. ചുമന്നുകൊണ്ട് വന്നവരുടെ ആ വ്യക്തിക്ക് ഒരു പക്ഷേ വിശ്വാസം, നിങ്ങളുടെ കൂടപ്പിറപ്പിന്, നിങ്ങളുടെ കൂടെ കഴിയുന്നവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ലായിരിക്കും. പക്ഷെ പരിശുദ്ധാത്മ പറയുക, നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുക അപ്പ. ആ വറ്റാത്ത ഉറവയുടെ ആ ഒഴുക്ക് ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങൾ ഇരിക്കുന്ന സാഹചര്യത്തിലേക്ക് ആ അനോയിന്റിങ് ഹല്ലേലൂയ ആ വലിയൊരു കർത്താവേ ഇടിമിന്നൽ പോലെ, ഒരു പേമാരി പോലെ, ആമേ തകർത്ത് ഇടിമുഴക്കം പോലെ പരിശുദ്ധാത്മാവേ നിന്റെ ഒരു പ്രവൃത്തി ആ വിഷയത്തിന്മേൽ വെളിപ്പെടണമേ. ഓ വണ്ടർഫുൾ ലോർഡ് ജീസസ്. ഇന്നലകളിൽ ഞങ്ങളുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയ ദൈവമേ, ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ പറ്റാതെ വണ്ണം, ഞങ്ങൾക്ക് കർത്താവ് ഉത്സാഹമില്ലാതെ വണ്ണം, ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ ദൈവമേ ഹാലിലും മടുപ്പുളവാക്കുന്ന ആമേ വിരസതയുളവാക്കുന്ന ആ പ്രതിസന്ധിയെ, ആ കർത്താവെ ആ ബ്ലോക്കിനെ യേശുവിൻ നാമത്തിൽ യെസ് കർത്താവെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുക, ഞങ്ങൾ അങ്ങിൽ ആ കർത്താവെ ഏറ്റുപറയുക, ഞങ്ങൾ അങ്ങിൽ കർത്താവെ സമർപ്പിക്കപ്പെടുകയാ. ഞങ്ങളുടെ ജീവിതം, ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം, ഇന്നത്തെ ഞങ്ങളുടെ ഓഫീസ് ലൈഫ്, ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതം, ഇന്നത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം, ഇന്നത്തെ ഞങ്ങളുടെ ആമേ കർത്താവെ എല്ലാ എന്റർടൈൻമെന്റും, എല്ലാ ജീവിത സാഹചര്യങ്ങളും അങ്ങയുടെ പൊന്നു കരങ്ങളിലേക്ക് സമർപ്പിച്ചു തരും. യെസ് 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 ഗ്ലോറി മാസ്റ്റർ കർത്താവേ, ഈ കർത്താവേ ഹല്ലേലൂയ, ഈ എബനേസർ ഫെലോഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇന്ന് ലീഡ് ചെയ്ത ദൈവദാസിക്കായി, ആമേ കർത്താവ് ആരാധനയിലേക്ക് നയിച്ച പ്രിയ മോൾക്കായി, കുടുംബത്തിനായി, ഇതിൽ പ്രാർത്ഥനയിൽ സഹകരിച്ച പ്രിയപ്പെട്ടവർക്കായി, ഈ പ്ലാറ്റ്ഫോമിൽ വന്ന എല്ലാ ശുശ്രൂഷകർക്കായി, എല്ലാ കുടുംബാംഗങ്ങൾക്കായി, കർത്താവെ എല്ലാ മെമ്പേഴ്സിനായി സ്തോത്രം. അവിടെ മേൽ ദൈവമേ ഒരു ആന്തരിക സൗഖ്യം, യെസ്, ഒരു ഫ്രീ മൈൻഡ്, ഒരു കർത്താവെ റിലാക്സ്, കർത്താവെ നിങ്ങൾ സ്വതന്ത്രമായ ഒരു കർത്താവ് ഒരു അനുഭവം, ഞങ്ങളുടെ ആ കഠിനത, ഞങ്ങളുടെ ആ കർത്താവെ ഭാരം നീ എടുത്തു മാറ്റിയതിനായി സ്തോത്രം. ഞങ്ങളെ ഫ്രീ ആക്കിയതിനായി, ഞങ്ങളുടെ മേൽ ചെയ്യുന്ന ആ വലിയ വിടുതലുകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നപ്പ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ.
താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം ഫേബാൻറ്റിയോടും ആമേൻ ഹല്ലേലൂയ പ്രീതാച്ചിനോടും ആമേൻ ഇതിലുള്ള എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങളെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കുന്നു. ദൈവത്തിന്